കിച്ചുവിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം തിരക്കിട്ട പണിയിലാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് നവംബർ 14 ശിശുദിനാണല്ലോ. അപ്പോൾ മിത്തുറിന് അംഗനവാടിയിൽ കുറച്ച് നേരത്തെ തന്നെ എത്താണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കാണ്. പിന്നെ ഇന്ന് വൈറ്റ് ഡ്രസ്സ് തന്നെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ആളെ മുഖം വലിയ തെളിച്ചൊന്നുമില്ല. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്നും ചോദിക്കുക തന്നെയാണ്, ഇന്ന് അംഗനവാടി ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് അംഗനവാടി പോകണോ, നാളെ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എണീറ്റ് വരിക. ഈ ഒരു സ്നേഹപ്രകടനം എന്നുള്ളതാണ് കേട്ടോ. അംഗനവാടി പോകാൻ നേരത്ത് അത് എല്ലാ ദിവസവും ഉള്ളതാണ്. അങ്ങനെ വേഗം അവൻ്റെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തറവാട്ടിലേക്കാണ് പോയത്. ഓൻ തലേന്നേ മേമേനോട് പൂവൊക്കെ ചോദിച്ചു വെച്ചിരുന്നു, റോസ് പൂ ഉണ്ടോന്നൊക്കെ. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വേഗം ഓള് പറിച്ചു കൊടുത്തിരിക്കണ്. അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആള്. അങ്ങനെ പൂവൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഞങ്ങളിത് അംഗനവാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുന്നിലും അവൻ്റെ ഫ്രണ്ട് നടന്നു പോവുന്നുണ്ട്. രണ്ടാൾക്കും വലിയ തെളിച്ചൊന്നുമില്ല. അംഗനവാടി പോണ കാര്യത്തിൽ രണ്ടാളും ഒരുപോലെയാണ് കേട്ടോ. അംഗനവാടി എത്താൻ നേരത്തെ ആളെ മുഖം ചെറുതായിട്ട് മാറി തുടങ്ങിയിരിക്കണ്. അങ്ങനെ അത് അംഗനവാടി എത്തിക്കണ്. അപ്പോൾ ഒന്ന് എല്ലാ കുട്ടികളും അമ്മമാരൊക്കെ വന്നിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരം വൈകി. അപ്പോൾ ആൾ അപ്പം തന്നെ കരച്ചിലൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ ആക്കി പോകാമെന്ന വിചാരം. അത് കഴിഞ്ഞ് ഇതാ എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാം. പിന്നെ പൂവൊന്നും കൊണ്ടുവരാത്തവർക്ക് അവിടുന്ന് ടീച്ചർ പൂവും തൊപ്പിയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഈ ഒരു ചിത്രം മിത്തുറിൻ്റെ അംഗനവാടിയത്തെ കുട്ടീൻ്റെ ഉമ്മ വരച്ചതാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടിപൊളി സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം വീട്ടിലേക്ക് പോരാൻ. ഇനി വല്ലാതെ അവിടെ നിന്നാൽ മിത്തോട്ട് അധികം കരയും. അതുകൊണ്ട് അവൻ അവിടെ ആക്കി വേഗം വീട്ടിലേക്ക് തിരിച്ച്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.